ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കുറച്ച് നല്ല ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് എനിക്ക് ഒരുപാട് വരുന്ന എൻക്വയറിയാണ് പാക്കിംഗ് ജോബ്, ബൈബാക്ക് ബിസിനസ്, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ എൻട്രി ജോബുകൾ. ഇത്തരത്തിലുള്ള ജോബുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഡെയിലി ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ വഴി ഇതിനു മുമ്പ് ഈ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും പല ആളുകൾക്കും അറിയില്ല ഇപ്പോഴും ഇതിൽ ഏതൊക്കെയാണ് സ്കാം, എങ്ങനെയാണ് ശരിയായ രീതിയിലുള്ള ഒരു പാക്കേജ് ജോബ് നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് ശരിയായ രീതിയിലുള്ള ഒരു ബൈബാക്ക് ബിസിനസ് കിട്ടുന്നത്, എങ്ങനെയാണ് ശരിയായ രീതിയിലുള്ള ടൈപ്പിംഗ് ജോബ് കിട്ടുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ. അപ്പം അതൊക്കെയാണ് ഞാൻ ഇനി ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ഈ ഒരു പാക്കേജ് ജോബ്, ബൈബാക്ക് ബിസിനസ്, ഈ ഒരു ടൈപ്പിംഗ് ജോബൊക്കെ കണ്ടെത്താം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നതും ഈ 3 ഫീൽഡിലാണ്. അതായത് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ജോലി അന്വേഷിക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ വലിയ സ്കാം ഈ ഒരു ഫീൽഡിൽ നടക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ബൈബാക്ക് ബിസിനസിനെ പറ്റി നോക്കാം. ബൈബാക്ക് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, മെഷീൻസ് എല്ലാം വീട്ടിൽ കൊണ്ടുതന്ന് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഐറ്റംസ് അവർ റിട്ടേൺ ആയിട്ട് എടുക്കുന്നതിനെയാണ് ബൈബാക്ക് ബിസിനസ് എന്ന് പറയുന്നത്. സത്യത്തിൽ അങ്ങനെയുള്ള ബിസിനസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വളരെ ചെറിയ കമ്പനികൾ, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഓഫർ ആളുകൾക്ക് നൽകുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാകില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവർ ഇത്തരത്തിൽ വീടുകളിൽ റോ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുകയും അതിനുശേഷം പ്രോഡക്റ്റ് റിട്ടേൺ എടുക്കുകയും ചെയ്യാറുണ്ട്. അത് വളരെ റെയർ ആയിട്ടാണ് ഉണ്ടാകാറുള്ളൂ. അതുപോലെ തന്നെ ബൈബാക്ക് ഓഫർ ചെയ്യുന്ന ഡൽഹിയിലുള്ള ഒരുപാട് കമ്പനികളുണ്ട്. എന്നാൽ അതൊക്കെ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. അവരിപ്പോൾ ഒരു 10 പേർക്കൊക്കെ ഇത്തരത്തിൽ റോ മെറ്റീരിയൽസും മെഷീൻസ് ഒക്കെ നൽകിയാൽ അതിൽ 1-2 ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ റിട്ടേൺ എടുത്തു എന്ന് വരാം. അത് മാത്രമല്ല, ചില കമ്പനികളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഒരു ബൈബാക്ക് ബിസിനസിന്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശരിയായ രീതിയിൽ അന്വേഷിച്ചിട്ട് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും അത് അന്വേഷിക്കാതെ പല ആളുകളും ജോയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ചാനലിൽ ഇപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്, അത്തരത്തിലുള്ള വർക്കുകളൊന്നും നമ്മൾ എടുക്കാത്തത്. 100% ജെനുവിൻ ആയിട്ടുള്ള ഏതെങ്കിലും ബൈബാക്ക് ബിസിനസിന്റെ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്തായിട്ട് വരുന്ന ബിസിനസ്സാണ് പാക്കിംഗ് ജോബ് എന്നുള്ളത്. പാക്കിംഗ് ജോബ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഡക്റ്റ് വീട്ടിലെത്തിച്ച് തന്നിട്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് നൽകുന്നതാണ്. വീട്ടിലിരുന്നിട്ട് വളരെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോബാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പാക്കിംഗ് ജോബ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് എന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നടരാജ പെൻസിൽ പോലുള്ള വലിയ വലിയ ബ്രാൻഡുകളൊന്നുമല്ല നമുക്ക് പാക്കിംഗ് ജോബ് തരുന്നത്. വളരെ ചെറിയ കമ്പനികൾ മാത്രമാണ് തരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ വഴി ക്ലീനിങ് ലിക്വിഡിന്റെ പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശമാവ് പാക്ക് ചെയ്യുന്ന ജോബ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മസാലപ്പൊടികൾ പാക്ക് ചെയ്ത് നൽകുന്ന ജോബ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ജോബൊക്കെ ആ ഒരു ബിസിനസ്സുകാരുടെ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് എല്ലാ നാട്ടിലും സ്വന്തമായിട്ടൊരു പാക്കിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ഓരോ നാട്ടിലും ഇത്തരത്തിൽ അവർ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുത്തിട്ട് അവിടുന്ന് പാക്ക് ചെയ്ത് അത് ഷോപ്പുകളിലോട്ട് കൊണ്ടുപോയി നൽകിയിരുന്നത്. എന്നാൽ ആ ഒരു ബിസിനസ് ഒക്കെ വെറും 3-4 മാസം മാത്രമാണ് ഈ ഒരു പാക്കിംഗ് ജോബിന് വേണ്ടിയിട്ട് ആളെ എടുത്തത്. അതിനുശേഷം ആ ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ അല്ല എങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്ത് പോകും. അതല്ല, ഇനി പ്രോഫിറ്റബിൾ ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ ഒരു പാക്കിംഗ് യൂണിറ്റ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാനും ഒരു സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് മിക്ക ആളുകളും ഈ ഒരു പാക്കിംഗ് ജോബ് മറ്റുള്ള ആളുകൾക്ക് നൽകുന്നത്. അതൊരിക്കലും സ്ഥിരമായിട്ടുള്ള ഒരു ജോബല്ല. മാക്സിമം പോയാൽ 2-3 മാസം മാത്രം നിൽക്കുന്ന ഒരു ജോബാണ്. അത് മാത്രമല്ല, നമുക്ക് പാക്കിംഗ് ജോബിൽ നിന്ന് വലിയൊരു ഏണിങ്സ് ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ക്ലീനിങ് ലിക്വിഡിന്റെ പാക്കിംഗ് ജോബിനൊക്കെ ഒരു പാക്കിങ്ങിന് എന്തോ 1 രൂപയൊക്കെ ആയിരുന്നു അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. അത്രയും ചെറിയ എമൗണ്ട് ആണ് നമുക്ക് ഈ ഒരു പാക്കിംഗ് ജോബിന് കിട്ടത്തുള്ളൂ. അതായത് ജോബ് എളുപ്പമാവും തോറും അവിടെ എമൗണ്ടും കുറഞ്ഞു വരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്ന ടൈപ്പിംഗ് ജോബിന്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് തരുന്ന നോട്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ജോബുകൾ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ജോബ് തരുന്ന ഒരുപാട് ഫ്രീലാൻസർ സൈറ്റുകളുണ്ട്, ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള സൈറ്റുകളുണ്ട്. എന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല ഏണിങ്സ് കിട്ടുന്ന ജോബൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇന്റർവ്യൂവും അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റും ഒക്കെ പാസ്സാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല സാലറി കിട്ടുന്ന ജോബ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ.
അത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന ജോബ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുമായിട്ടുണ്ട്. ഇനി വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ജോബ്, ഇപ്പം സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാം, നമുക്ക് ആഡ് കണ്ടിട്ട് ഏൺ ചെയ്യാം, അത്തരത്തിലുള്ള ജോബുകൾക്കൊക്കെ ചെറിയ ഇൻകം മാത്രമാണ് കിട്ടത്തുള്ളൂ. നമുക്ക് ഒരു ദിവസം 200, 300 അല്ലെങ്കിൽ 100 ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ജോബുകളാണിത്. ഈ ഒരു ജോബൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഏൺ ചെയ്യാം എന്നുള്ള ജോബ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജോബ് സ്കാം ആണ് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അതിന്റെ കാരണം എന്താണ്? അവർക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് ഏണിങ്സ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം അവരുടെ ഒരു കോൺടാക്ട് ലിസ്റ്റിൽ ആകെ 3-4 ആളുകളൊക്കെ ആയിരിക്കാം ഉള്ളത്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൺലൈൻ ജോബ് നോക്കുന്നവർ നമുക്ക് യോജിച്ചിട്ടുള്ള ഓൺലൈൻ ജോബുകൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ സർവേ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ജോബൊക്കെ ഉണ്ട്. ചില ആളുകൾ പറയും അത് സ്കാം ആണ് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ആ സർവേ ഫുള്ള് വായിച്ചു നോക്കി ഫില്ല് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏണിങ്സ് കിട്ടും. എന്നാൽ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ജോബ് ആയതുകൊണ്ട് തന്നെ വലിയ ഏണിങ്സ് ഒന്നും കിട്ടില്ല. ചെറിയൊരു ഏണിങ്സ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ഫീൽഡിലും ജെനുവിൻ ആയിട്ടതും ഉള്ളതുകൊണ്ട് സ്കാം ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അതിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതും ക്യാഷ് കിട്ടുന്നതും ഒക്കെ. അതല്ലാതെ ഈ ഒരു ഫീൽഡ് എല്ലാം സ്കാം ആണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എനിക്ക് എൻക്വയറി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ജെനുവിൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പാക്കിംഗ് ജോബ്, ബൈബാക്ക് ബിസിനസ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.